ഹായ് നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് സ്മാർട്ട് പാസ്ബുക്ക് ലോൺ എന്താണ്, അതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത്. നമ്മുടെ വീട്ടിലിരുന്നു കൊണ്ട് തന്നെ നമ്മുടെ അക്കൗണ്ടിലേക്ക് KSF പവർ ആപ്പ് ഉപയോഗിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഈ സ്മാർട്ട് PBL ലോൺ, അതായത് പാസ്ബുക്ക് ലോൺ എടുക്കാവുന്നതാണ്. അത് എങ്ങനെ എന്നതിനെ കുറിച്ചാണ് ഇന്ന് സംസാരിക്കുന്നത്. അപ്പോൾ അതിന് മുന്നോടിയായിട്ട് തന്നെ നമ്മൾക്ക് ഓൾറെഡി KSFയിൽ ചിട്ടി ഉണ്ടായിരിക്കണം. അതേപോലെ തന്നെയാണ് ചിട്ടി വിളിച്ചെടുക്കാത്ത ചിട്ടിയായിരിക്കണം. പിന്നെ KSFയുടെ പവർ ആപ്പ് നമ്മുടെ മൊബൈലിൽ ഇൻസ്റ്റാൾ ചെയ്തിരിക്കണം. അങ്ങനെ പവർ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യാത്ത ചിട്ടി വരിക്കാരുണ്ടെങ്കിൽ നിങ്ങളുടെ ഹോം ബ്രാഞ്ചുമായി ബന്ധപ്പെട്ട് KSFയുടെ പവർ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുക. ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ പവർ ആപ്പ് വഴി നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഓൺലൈനായിട്ട് ചെയ്യാവുന്നതാണ്. അതിൽ ഒന്നിനെ കുറിച്ചാണ് ഇന്ന് സംസാരിക്കുന്നത്. അപ്പോൾ ഇന്ന് പറയാൻ പോകുന്നത് KSFയിൽ ഓൾറെഡി ചിട്ടി ഉള്ളവർക്ക് പാസ്ബുക്ക് ലോൺ, സ്മാർട്ട് പാസ്ബുക്ക് ലോൺ എങ്ങനെ എടുക്കാം എന്നതിനെക്കുറിച്ചാണ് ഇന്ന് ഞാൻ സംസാരിക്കുന്നത്. നിങ്ങൾക്ക് ആവശ്യം വരുന്ന സമയത്ത്, നിങ്ങൾക്ക് ഫണ്ട് എന്തെങ്കിലും അത്യാവശ്യം വരുന്ന സമയത്ത് ആ സ്മാർട്ട് പാസ്ബുക്ക് ലോൺ ഉപയോഗിച്ചുകൊണ്ട് തന്നെ, അല്ലെങ്കിൽ നിങ്ങളുടെ പവർ ആപ്പിലൂടെ തന്നെ ആ സ്മാർട്ട് പാസ്ബുക്ക് ലോൺ നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. അത് എങ്ങനെ എന്നാണ് ഇന്ന് പറയുന്നത്. നമ്മുടെ സ്മാർട്ട് പാസ്ബുക്ക് ലോൺ എടുക്കുന്നത്, നമ്മൾക്ക് ഓൾറെഡി ചിട്ടി ഉള്ളവർക്ക് ഓരോ മാസം ചിട്ടി അടയ്ക്കും തോറും അതിൽ ഓരോ അടവ് ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കും. അപ്പോൾ നമുക്ക് എമർജൻസി എന്തെങ്കിലും ഫണ്ട് വേണ്ട ആവശ്യം വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പാസ്ബുക്ക് ലോൺ എടുക്കാം. അത് നമുക്ക് ഈ പവർ ആപ്പ് ഉപയോഗിച്ച് തന്നെ എടുക്കാം. നമ്മൾ എന്നാണോ നമ്മുടെ അക്കൗണ്ടിലേക്ക് സ്മാർട്ട് പാസ്ബുക്ക് ലോൺ എമൗണ്ട് എടുക്കുന്നു, ആ എമൗണ്ടിനുള്ള പലിശ മാത്രമേ എടുക്കുകയുള്ളൂ. അതേപോലെ തന്നെ നമ്മളത് എപ്പോഴാണോ ക്ലോസ് ചെയ്യുന്നത് ആ ദിവസം വരേക്കുള്ള ഇൻട്രസ്റ്റ് എടുക്കുകയുള്ളൂ. നമ്മളിത് ആക്ടിവേറ്റ് ചെയ്ത് വെച്ചു എന്ന് കരുതി പലിശ കൊടുക്കേണ്ട ആവശ്യമില്ല. എമൗണ്ട് വിഡ്രോ ചെയ്യുന്ന സമയത്ത് മാത്രമേ ഇതിന് പലിശ വരുള്ളൂ. 10% പലിശ വരുന്നത്. അത് നമ്മൾ ഈ സ്മാർട്ട് ഗോൾഡ് ആപ്പ് ഓപ്പൺ ചെയ്ത് അകത്തേക്ക് പോകുന്ന സമയത്ത് നമ്മൾ എലിജിബിലിറ്റി കാണിക്കുന്ന അവിടെ തന്നെ ഇതിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റും കൂടി കാണിച്ചിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് നോക്കിയിട്ട് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം എടുത്താൽ മതി, അല്ലാന്നുണ്ടെങ്കിൽ വേണ്ട. കാരണം നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് എമർജൻസി ഫണ്ട് ആവശ്യം വരുന്ന സമയത്ത് നമ്മൾക്ക് പെട്ടെന്ന് ഒരാളടുത്ത് പോയി ചോദിക്കുന്ന സമയത്ത് എമൗണ്ട് നമുക്ക് കിട്ടണമെന്നില്ല. അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നമ്മൾക്ക് ഈ സ്മാർട്ട് പാസ്ബുക്ക് ലോണ് വളരെ നല്ല രീതിയിൽ തന്നെ പ്രയോജനപ്പെടുത്താവുന്നതാണ്. അതേപോലെ തന്നെ നമ്മൾക്ക് വീട്ടിലിരുന്നു കൊണ്ട് തന്നെ, അല്ലെങ്കിൽ നമ്മൾ എവിടെയാണോ ഉള്ളത് അവിടെ നിന്നുകൊണ്ട് തന്നെ നമ്മുടെ സ്മാർട്ട് ഫോൺ ഉപയോഗിച്ചുകൊണ്ട് തന്നെ ഈ ക്യാഷ് നമ്മൾക്ക് നമ്മുടെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യിച്ച് നമ്മുടെ അക്കൗണ്ട് നമുക്ക് വിഡ്രോ ചെയ്തെടുക്കാവുന്നതാണ്. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു ഗുണം എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ എടുക്കുന്ന ദിവസം തൊട്ടുള്ള പലിശയെ വരുന്നുള്ളൂ. അത് നമ്മൾ എടുക്കുന്ന സംഖ്യയ്ക്കുള്ള പലിശയെ വരുന്നുള്ളൂ. അതിൽ എത്ര എലിജിബിലിറ്റി കാണിക്കുന്നോ ആ തുകയ്ക്കല്ല പലിശ വരുന്നത്. നമ്മൾ അതിന്ന് എടുക്കുന്ന എമൗണ്ടിനുള്ള പലിശ മാത്രം കൊടുത്താൽ മതി. അതൊക്കെയാണ് ഇതിൻ്റെ ഗുണങ്ങൾ. അപ്പോൾ നിങ്ങൾക്ക് അത് എങ്ങനെയാണ് വിഡ്രോ ചെയ്യേണ്ടത്, ഇല്ലെങ്കിൽ അത് എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി കൂടുതലായിട്ട് ഇത് വ്യക്തമായിട്ട് അറിയുന്നതാണ്. അപ്പോൾ നമുക്ക് അതിലേക്ക് കടക്കാം. നമ്മൾ ആദ്യം തന്നെ ചെയ്യേണ്ടത്, KSFയുടെ പവർ ആപ്പ് മൊബൈലിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ലെങ്കിൽ നമ്മുടെ ഹോം ബ്രാഞ്ചുമായി ബന്ധപ്പെട്ട് ആ പവർ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുക. പവർ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യണമെങ്കിൽ പാൻ കാർഡ് നിർബന്ധമാണ്. അതും കൂടി നിങ്ങളൊന്ന് ഓർമ്മയിൽ വെക്കുക. അതിനുശേഷം ഇൻസ്റ്റാൾ ചെയ്ത ശേഷം നമ്മുടെ പവർ ആപ്പ് നമ്മൾക്ക് ഓപ്പൺ ചെയ്യാവുന്നതാണ്. നമ്മുടെ പവർ ആപ്പ് നമ്മൾ ആദ്യം തന്നെ ഓപ്പൺ ചെയ്യുക. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ആണ് ലഭിക്കുന്നത്, KSF പവർ എന്ന് പറഞ്ഞിട്ട്. അതിന് താഴെയായിട്ട് തന്നെ എൻ്റർ യുവർ MPIN എന്ന് കൊടുത്ത് ചോദിക്കുക. അപ്പോൾ നമ്മുടെ 4 അക്ക MPIN അവിടെ അടിച്ചു കൊടുക്കുക. അപ്പോൾ നമ്മൾക്ക് ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് വരും. അതിൽ KSFയുടെ എല്ലാ കാര്യങ്ങളും അതിൽ കൊടുത്തിട്ടുണ്ട്. അതുമായി സ്മാർട്ട് ലോണിൽ പാസ്ബുക്ക് ലോണിലേക്കാണ് വരുന്നത്. അപ്പോൾ നമ്മൾക്ക് താഴേക്ക് ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ കഴിയും മൈ സ്മാർട്ട് PBL എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എലിജിബിൾ ചിറ്റ്സ് കാണിക്കും. നിങ്ങൾക്കിപ്പോൾ 1, 2, 3 ചിട്ടി ഉണ്ടെങ്കിൽ, വിളിക്കാത്ത ചിട്ടികൾ ഉണ്ടെങ്കിൽ എലിജിബിൾ ചിറ്റ്സിൽ പോയി കഴിഞ്ഞു വെച്ചാൽ നമ്മൾക്ക് ഏതൊക്കെ ചിട്ടിയാണ് നമ്മൾക്ക് ഉള്ളത്, അതായത് വിളിക്കാത്ത ചിട്ടിയാണ് ഉള്ളത്, അതിന് എത്ര രൂപ വരെ എമൗണ്ട് നമ്മൾക്ക് എലിജിബിൾ ഉണ്ടെന്ന് നിങ്ങൾക്ക് അതിലൂടെ അറിയാൻ കഴിയും. അപ്പോൾ നിങ്ങൾക്ക് എല്ലാ ചിട്ടിയും വേണമെങ്കിൽ അപ്ലൈ ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് ആവശ്യമുള്ള ഒരു ചിട്ടി മാത്രമാണെങ്കിൽ അപ്ലൈ ചെയ്യുക. അപ്പോൾ നമ്മൾ അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അപ്ലൈ എന്ന് പറഞ്ഞിട്ട് കാണും. അപ്പോൾ നമുക്ക് അതിൽ അപ്ലൈ കൊടുത്തു കഴിഞ്ഞാൽ KSFക്ക് ഒരു നോട്ടിഫിക്കേഷൻ പോകും. അതേപോലെ തന്നെ നിങ്ങൾക്കൊരു KSFയിൽ നിന്ന് ഒരു മെസ്സേജ് കൂടി വരും. ആ മെസ്സേജ് ഇങ്ങനെയാണ് വരുന്നത്: ഡിയർ കസ്റ്റമർ, താങ്കളുടെ സ്മാർട്ട് പാസ്ബുക്ക് ലോൺ അപേക്ഷ സ്വീകരിച്ചിരിക്കുന്നു. തുടർ നടപടികൾക്കായി താങ്കളുടെ ബാങ്ക് അക്കൗണ്ട് വിവരങ്ങൾ ബ്രാഞ്ചിൽ നൽകുക.
എന്നിട്ട് നിങ്ങൾക്ക് ഒരു മെസ്സേജ് വരും. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഒന്നില്ലെങ്കിൽ KSFIയുടെ നിങ്ങളുടെ ആ ബ്രാഞ്ചിലെ മെയിൽ ID നിങ്ങളുടെ ഏത് ബാങ്കിലേക്കാണോ ക്യാഷ് മാറ്റേണ്ടത് ആ ബാങ്കിൻ്റെ ഡീറ്റെയിൽസ്, അക്കൗണ്ട് നമ്പർ, IFSC കോഡ് അതുപോലെയുള്ള ഡീറ്റെയിൽസ് ഒന്ന് അയച്ചു കൊടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്, KSFIയിലെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന് വാട്സപ്പ് മുഖേനയോ അല്ലെങ്കിൽ നിങ്ങൾക്ക് നേരിട്ട് കൊണ്ടു കൊടുക്കാൻ കഴിയുമെങ്കിൽ അങ്ങനെ, അല്ലാത്ത പക്ഷം നിങ്ങൾക്ക് വാട്സപ്പ് മുഖേനയോ അല്ലെങ്കിൽ KSFIയിലെ ആ ബ്രാഞ്ചിൽ തന്നെ മൊബൈൽ നമ്പർ ഉണ്ടാവും, അല്ലെങ്കിൽ ആ നമ്പറിലേക്ക് നിങ്ങൾക്ക് നിങ്ങളുടെ അക്കൗണ്ട് നമ്പർ അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ അവർ അക്കൗണ്ട് നമ്പർ ആഡ് ചെയ്യും. ആഡ് ചെയ്ത ശേഷം നിങ്ങൾക്ക് പിന്നീട് ഒരു മെസ്സേജ് കൂടി വരും. താങ്കളുടെ ചിട്ടിയിലെ സ്മാർട്ട് പാസ്ബുക്ക് ലോൺ നടപടി ശാഖയിൽ വിജയകരമായി പൂർത്തീകരിച്ചിരിക്കുന്നു. KSFI പവർ ആപ്പ് വഴി താങ്കൾക്ക് ബെനിഫിഷ്യറി അക്കൗണ്ട് അപ്രൂവ് ചെയ്താലുടൻ പണം പിൻവലിക്കാവുന്നത്. അത് KSFIയിൽ ആ ബ്രാഞ്ചിൽ ചെയ്യേണ്ട കാര്യമാണ്. അവർ ആ ഒരു പ്രൊസീജിയർ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നെ ഏത് നിമിഷം വേണമെങ്കിലും പവർ ആപ്പ് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് പണം പിൻവലിക്കുകയും അതേപോലെ തന്നെ നിങ്ങളുടെ ആവശ്യം കഴിഞ്ഞ് നിങ്ങളുടെ കയ്യിൽ വേറെ ക്യാഷ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ അക്കൗണ്ട് വഴി തന്നെ ആ സ്മാർട്ട് പാസ്ബുക്ക് ലോണിലേക്ക് അടയ്ക്കാനും കഴിയുന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. അതേപോലെ തന്നെയാണ് നമുക്ക് പിന്നെ അതെങ്ങനെ പിൻവലിക്കേണ്ടതെന്ന് ചോദിച്ചാൽ, അതേപോലെ KSFIയുടെ പവർ ആപ്പിൽ തന്നെ പോയി സ്മാർട്ട് PB പറഞ്ഞിട്ട് നീല കാണാം. അപ്പോൾ അതിൻ്റെ താഴെ തന്നെ നമ്മൾക്ക് അനുവദിച്ചിട്ടുള്ള തുകയും അതേപോലെ അതിൻ്റെ താഴത്ത് നമ്മൾ ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ആ അക്കൗണ്ട് നമ്പർ അതേപോലെ തന്നെ നമ്മുടെ അവിടുത്തെ അക്കൗണ്ട് നമ്പർ, KSFIയിൽ നമുക്ക് അനുവദിച്ചിട്ടുള്ള അക്കൗണ്ട് നമ്പർ, നമ്മൾക്ക് എത്ര രൂപ വരെ എടുക്കാം എന്നുള്ളത് അതിൽ തന്നെ നിങ്ങൾക്ക് കാണിക്കും. റിക്വസ്റ്റ് വിഡ്രോവൽ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾക്ക് എലിജിബിൾ ആയിട്ടുള്ള എമൗണ്ട് കാണിക്കും. അതിൻ്റെ താഴെ തന്നെ എമൗണ്ട് അടിച്ചു കൊടുത്ത് സബ്മിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് എത്രയാണോ നിങ്ങൾക്ക് പണം വേണ്ടത് ആ പണം വരുന്നതാണ്. സ്മാർട്ട് പാസ്ബുക്ക് ലോണ് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഉപകാരപ്പെടുന്ന വീഡിയോ ആണെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്ത സുഹൃത്തുക്കളുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണുമ്പോൾ ബൈ ബൈ.